വേൾഡ് ക്രിക്കറ്റിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓൾറൗണ്ടേഴ്സിൽ ഒരാളായിരുന്നല്ലോ ബെൻ സ്റ്റോക്സ്. കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനറി ആക്ഷനും ഫേസ് ചെയ്തിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് റിട്ടയർമെന്റ് ആയിരുന്നു ബെൻ സ്റ്റോക്സിൻ്റേത്. ഇംഗ്ലണ്ടിന്റെ പാസ്ബോൾ ക്രിക്കറ്റിന്റെ വക്താവ് തന്നെയായിരുന്നു ബെൻ സ്റ്റോക്സ്. ന്യൂസിലൻഡിനെതിരെയുള്ള 3-ാം ടെസ്റ്റിന്റെ 4-ാം ദിവസം ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് തന്റെ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്യുമ്പോൾ സ്റ്റോക്സിന് അറിയായിരുന്നു 3 ആഴ്ച മുമ്പ് നൈറ്റ് ക്ലബ്ബിൽ വെച്ച് നടന്നൊരു ഇൻസിഡന്റ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു ബ്ലാക്ക് മാർക്കായി മാറിയിട്ടുണ്ടെന്ന്. ഇംഗ്ലണ്ട് പ്ലേയേഴ്സിന്റെ കൺട്രോൾ ഇല്ലാത്ത ഡ്രിങ്കിംഗ് ഹാബിറ്റ് ആഷസ് ടെസ്റ്റ് സീരീസിൽ വിനയായതാണ്. ആഷസ് ടെസ്റ്റ് സീരീസിന്റെ തോൽവിക്ക് ശേഷം ഇംഗ്ലണ്ട് ഏർപ്പെടുത്തിയതായിരുന്നു ഈ മിഡ് നൈറ്റ് കർഫ്യൂ. ഈ പ്രോട്ടോകോൾ പ്രകാരം മിഡ് നൈറ്റ് 12 മണിക്ക് മുമ്പ് എല്ലാ ഇംഗ്ലീഷ് പ്ലേയേഴ്സും അവരുടെ ഹോട്ടൽ റൂംസിൽ തിരിച്ചെത്തണം. ഈ റൂൾ അവഗണിച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള സ്റ്റോക്സും പേസർ ഗസ് ആറ്റ്കിൻസണും ചേർന്നിട്ട് ദ വൈറ്റ് ഹോഴ്സ് പബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബിൽ പോയത്. പക്ഷേ ഇൻസിഡന്റ് നടന്നത് അവിടെയല്ല. അവിടുത്തെ പാർട്ടിക്ക് ശേഷം ദ റെക്സ് റൂംസ് പേരുള്ള മറ്റൊരു പബ്ബിലേക്ക് അവർ പോയി. സരാസൻസ് റഗ്ബി ക്ലബിന്റെ ഒരു സക്സസ് പാർട്ടി അവിടെ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ VIP ലോഞ്ചിൽ വെച്ചിട്ടാണ് ഇഷ്യൂ ഉണ്ടാകുന്നത്. ആദ്യം വാക്കേറ്റവും പിന്നെ അതൊരു ഫിസിക്കൽ ആൾട്ടർക്കേഷനിലേക്കും പോയി. ഇതിൽ ഗസ് അറ്റ്കിൻസിന് നേരെ വന്നിട്ട് ഒരു പഞ്ച് ഇംഗ്ലണ്ടിൻ്റെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ മുഖത്ത് പതിക്കുകയും പുള്ളിക്ക് സ്റ്റിച്ച് ഇടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ബെൻ സ്റ്റോക്സ് ഇതിൽ ഫൈറ്റിൽ ഫിസിക്കൽ ഇൻവോൾവ് അല്ല എന്നുണ്ടെങ്കിലും ഈ പ്രോട്ടോകോൾ ലംഘിച്ചതിൻ്റെ പേരിലായിരുന്നു അദ്ദേഹത്തിന് നേരെയുള്ള ഡിസിപ്ലിനറി ആക്ഷൻ. തുടർന്ന് ECB സ്റ്റോക്സിനും അറ്റ്കിൻസിനും ഒരു ടെസ്റ്റിൻ്റെ സസ്പെൻഷൻ കൊടുത്തു. 3rd ടെസ്റ്റിൽ തിരിച്ചു വന്നിട്ടുള്ള സ്റ്റോക്സ് സർപ്രൈസിംഗ്ലി തൻ്റെ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്യായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന അത്രത്തോളം എനർജി ഇനി തൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ റിട്ടയർമെൻറ്റിനെ കുറിച്ച് മുന്നേ ചിന്തിച്ചിരുന്നു എന്നാണ് പ്രസ് മീറ്റിൽ സ്റ്റോക്സ് പറഞ്ഞത്. റിട്ടയർമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം കാണികളുടെ അടുത്ത് നല്ലൊരു റെസ്പെക്ട്ഫുൾ ആയിട്ട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. പക്ഷേ ECB ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഫെയർവെൽ പോലും കൊടുത്തില്ല. പ്ലേയേഴ്സിന് ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ് ഡിസിപ്ലിൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് സ്റ്റോക്സിൻ്റെ റിട്ടയർമെൻറ്റ് നമുക്ക് പഠിപ്പിച്ചിരുന്ന പാഠം.